ongoing thing. Hello friends and welcome to another class by Daily English Classroom. Daily English Classroom ന്റെ SSLC വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മോഡൽ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വിശദമായ അവലോകനവും നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ധാരാളം കുട്ടികൾ പറഞ്ഞൊരു കാര്യം, അതിലെ ഗ്രാമർ ഭാഗം, അതുപോലെ ലാംഗ്വേജ് എലമെന്റ്സ് വരുന്ന ഭാഗം, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഫ്രേസൽ വെർബ് ചെയ്യാനുള്ളത്, അതുപോലെ എഡിറ്റിംഗ്, ആ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണെന്ന് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഈ ഒരു ഭാഗത്തെ ചോദ്യങ്ങൾ, അതിൻ്റെ കുറച്ച് മോഡലുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെറ്റിൽ പല സൈറ്റുകളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഗ്രാമർ ഭാഗത്തെയും അതുപോലെ ലാംഗ്വേജ് എലമെൻറ്റ് ഭാഗത്തും വരുന്ന ചോദ്യങ്ങളുടെ ഒരു കളക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. ഇത് അവസാനം വരെ നിങ്ങൾ കാണുക. പല പല മോഡലുകൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് വന്നത്. കുറച്ച് പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. സാധാരണ നമ്മളൊരു ടേബിളായിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പോൾ പല തരത്തിലുള്ള വിഷ്വൽ ഡാറ്റയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടണം. അപ്പോൾ അതുപോലെ നമ്മുടെ SCERTയുടെ സൈറ്റിലുള്ള ക്വസ്റ്റ്യൻ പൂൾ, അതുപോലെ മറ്റ് ജില്ലകൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഇത്തരം ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ലാംഗ്വേജ് എലമെൻസും അതുപോലെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഒരു കളക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ എന്തുകൊണ്ടാണ് അത് ഉത്തരമായിട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും SSLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ ജോൺ ആൻഡ് ഡോക്ടർ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ജോൺ, ഗുഡ് മോർണിംഗ് സർ dash ? ഡോക്ടർ, സോറി ഐ ഡോണ്ട് റിമെമ്പർ യു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി സോറി ഐ ഡോണ്ട് റിമെമ്പർ യു. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? ഡു യു റിമെമ്പർ മീ, ഡു യു റിമെമ്പർ മീ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരിക. ജോൺ, യു സേവ്ഡ് മീ ഫ്രം ദ ജോസ് ഓഫ് ഡെത്ത് 25 years ago. ഡോക്ടർ, ഓ നൗ ഐ റിമെമ്പർ യു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ബി വരുന്നത്. അതിന് മറുപടി ഐ ആം ഫൈൻ താങ്ക് യു. അപ്പം നമുക്കറിയാം അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ആർ യു, ഹൗ ആർ യു എന്നാണ് ബി. ഡോക്ടർ, ഇഫ് ഐ ഹാഡ് നോട്ട് സേവ്ഡ് യു, ഡാഷ്. ഇത് ഒരു ഇഫ് ക്ലോസ് ആണ്. അപ്പം നമ്മൾ ഇഫ് ക്ലോസിൻ്റെ 3 ടൈപ്പ് പഠിച്ചു. ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ്, ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ്, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടൈപ്പ് 3 ഇഫ് ക്ലോസ് ആണ്. അതിൻ്റെ ഇഫ് ക്ലോസ് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസ് ഭാഗമാണ് എഴുതേണ്ടത്. അത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ ഇഫ് ഐ ഹാഡ് നോട്ട് സേവ്ഡ് യു, യു വുഡ് ഹാവ് ഡൈഡ്, യു വുഡ് ഹാവ് ഡൈഡ് എന്നാണ് സി വരുന്നത്. യെസ് ഡോക്ടർ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് ഹെൽപ്പ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി, ഡാഷ് ? അപ്പം നമുക്കറിയാം ഡാഷ് ? വന്നാൽ ക്വസ്റ്റ്യൻ ടാഗാണ്. ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വാസിൻറ്റ് ഇറ്റ്. വാസ് അവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കണം. വാസിൻറ്റ് ഇറ്റ്, അതാണ് ഡി വരുന്നത്. യെസ് ഐ അഗ്രി, ബട്ട് യു ഹാഡ് ഗിവൺ മീ എ ന്യൂ ലൈഫ്. ഡോക്ടർ, വാട്ട് ഡു യു ഡു നൗ? അപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അവിടെ എഴുതേണ്ടത്. വാട്ട് യു ഡു നൗ? ഐ ആം വർക്കിംഗ് ആസ് എ സോളിസിറ്റർ, അല്ലെങ്കിൽ ഐ ആം വർക്കിംഗ് ആസ് എ ലോയർ, അങ്ങനെ എന്തെങ്കിലും ഒരു ആൻസറാണ് നമുക്കവിടെ കൊടുക്കാൻ കഴിയുക. ഡോക്ടർ, ഐ ആം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ആർ എ സോളിസിറ്റർ നൗ. യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്റർ ആണ്. ആഫ്റ്റർ ഹാഡ് ബെറ്റർ നമ്മൾ V1 ആണ് ഉപയോഗിക്കേണ്ടത്. യു ഹാഡ് ബെറ്റർ ടേക്ക്
things positively. Take things positively. You had better take things positively. അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. ഫ്രേസൽ വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾക്ക് പകരം ആ ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. വാങ്ക wore his shirt and went to the place where the post box was kept. ഇവിടെ wore ധരിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക് നമുക്കറിയാം put on ആണ്. വാങ്ക put on his shirt and went to the place where the post box was kept. He decided to post the letter he had written. Decided തീരുമാനിച്ചു എന്ന് അർത്ഥം വരുന്ന വാക്ക് made up one's mind ആണ്. ഇവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ made up his mind എന്ന് ഉപയോഗിക്കുക. He made up his mind to post the letter he had written. He walked quickly because he wanted to come back before his master and family returned from church. Returned എന്നുള്ളതിന് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് turn up ആണ്. അതിൻ്റെ past tense ഉപയോഗിക്കുക. His family turned up from church. അടുത്തത് he had to tolerate the cold outside. tolerate സഹിക്കുക എന്നർത്ഥം വരുന്നത് put up with ആണ്. അപ്പോൾ നമുക്ക് he had to put up with the cold outside. Wangka put on his shirt and went to the place where the post box was kept. He made up his mind to post the letter he had written. He walked quickly because he wanted to come back before his master and family turned up from church. He had to put up with the cold outside. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. എഡിറ്റിങ്ങിൽ വരുന്ന ഒരു ചോദ്യമാണ്. There are certain errors in the passage given below. They are underlined. Edit them. Another lovely thought struck me. I would got married to a woman doctor. ഇവിടെ എന്താണ് പ്രശ്നം? got എന്നുള്ളത് ഇവിടെ തെറ്റാണ്. കാരണം would എന്നുള്ള വാക്കിന് ശേഷം shall, can, would, will, could, should ഇങ്ങനെയുള്ള ഓക്സിലറി വെർബ്സിന് ശേഷം നമ്മളെപ്പോഴും V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ got അല്ല get. I would get married to a woman doctor who had plenty of money and good medical practice. ഇവിടെ എന്താണ് പ്രശ്നം? and എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഗുഡ് എന്നുള്ളതാണ് വാക്ക്. അതിന് മുമ്പ് നമ്മൾ എ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആൻ ഉപയോഗിക്കുന്നത് വവൽ സൗണ്ടിന് മുൻപാണ്. അപ്പോൾ പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. എ ആണ് ഉത്തരം. അടുത്തത് ഷീ ഹാഡ് ടു ബീൻ ഫാറ്റ്. ഇവിടെ ടു എന്ന് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കേണ്ടത്. ബി എന്നുള്ളതിൻ്റെ V3 ആണ് ബീൻ. അപ്പോൾ നമ്മളിവിടെ ബി ആണ് ഉപയോഗിക്കുക. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. BE ആണ് ശരി ഉത്തരം. For a valid reason, if I made some silly mistakes and needed to run away, she shall not be able to run after me. ഇവിടെ if clause, if I made some silly mistake, if plus past tense ആണ്. അതിൻ്റെ മെയിൻ ക്ലോസ് ഭാഗം would, should, could plus V1 ആണ് വരേണ്ടത്. ഇവിടെ shall ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ shall മാറ്റിയിട്ട് അവിടെ should എന്ന് ചേർക്കുക. If I made some silly mistake and needed to run away, she should not be able to run after. should ആണ് ഉപയോഗിക്കേണ്ടത്. after me and catch me. ഇവിടെ ഈ എന്താണ് പ്രശ്നം? ഇവിടെ catch എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. CATCH ആണ്, CTH അല്ല. അപ്പോൾ സ്പെല്ലിംഗ് എററാണ് ഇവിടെ ഈ വരുന്നത്. അപ്പോൾ ആദ്യത്തത് ഗെറ്റ്, രണ്ടാമത്തത് എ, മൂന്നാമത്തത് ബി, നാലാമത്തത് ഷുഡ്, അഞ്ചാമത്തത് ക്യാച്ച്, CATCH. നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. സ്റ്റഡി ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ 3 ഹോട്ടലുകളുടെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. നോർത്ത് സീ ഹോട്ടൽ, ഹവ ബീച്ച് ഹോട്ടൽ, സ്പെലോക്ക് ഹോട്ടൽ. ഈ 3 ഹോട്ടലുകളുടെയും പ്രത്യേകതകളും അവർ കൊടുത്തിരിക്കുന്ന ഓഫറുകളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഹോട്ടൽ ഈസ് ഇൻ എ വാക്കിംഗ് ഡിസ്റ്റൻസ് ടു ടൗൺ. ടൗണിൻ്റെ അടുത്തുള്ള ഹോട്ടൽ ഇത് ഏതാണ്? അപ്പോൾ നമ്മൾ ഈ 3 കള്ളിയും നോക്കുക. ഇതിൽ അവസാനത്തെ കള്ളിയിലാണ് പറഞ്ഞിരിക്കുന്നത് വാക്കിംഗ് ഡിസ്റ്റൻസ് ടു ടൗൺ. അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെലോക്ക് ഹോട്ടൽ. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിമിലാരിറ്റി ഇൻ നോർത്ത് സീ ഹോട്ടൽ ആൻഡ് ഹവ ബീച്ച് ഹോട്ടൽ.
ഈ രണ്ട് ഹോട്ടലുകളും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർത്ത് സീ ഹോട്ടലും അതുപോലെ ഹവാ ബീച്ച് ഹോട്ടലും. അപ്പോൾ നമുക്ക് സിമിലാരിറ്റി രണ്ടിലും ഒരേപോലെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ലക്ഷൂറിയസ് കിങ് സൈസ്ഡ് റൂംസ് എന്നുള്ളതാണ്. 39ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫെയർ വൺ ഹാസ് ടു പേ ഫോർ എ നൈറ്റ് സ്റ്റേ അറ്റ് സ്പെല്ലോക്ക് ഹോട്ടൽ? സ്പെല്ലോക്ക് ഹോട്ടലിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിനുള്ള എത്ര പണമാണ് നമ്മൾ കൊടുക്കേണ്ടത്? അപ്പോൾ അത് നമുക്ക് ആ ഒരു മൂന്നാമത്തെ കള്ളിയിൽ നോക്കിയാൽ കാണാം, ₹2000 പെർ നൈറ്റ്. 42ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ട് മെൻഷൻഡ് ഇൻ ദ ടേബിൾ? ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പറയുന്നുണ്ട്. ആ സ്പോട്ടിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. മൗണ്ട് കിനാബലു. അത് സ്പെല്ലോക്ക് ഹോട്ടൽ ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഫ്രീ ടൂർ ടു മൗണ്ട് കിനാബലു. അപ്പോൾ മൗണ്ട് കിനാബലു ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ട്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഇവിടെ 5 ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട്. മേക്ക് ഇറ്റ്, ഒരു കാര്യം പൂർത്തിയാക്കുക. പുട്ട് ഓൺ, വസ്ത്രം ധരിക്കുക. കം അക്രോസ്, അവിചാരിതമായി കണ്ടുമുട്ടുക. പുട്ട് ഓഫ്, മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. പുട്ട് ഔട്ട്, തീ അണയ്ക്കുക അല്ലെങ്കിൽ തീ കെടുത്തുക എന്നുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അവിടെ ആ വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് പകരം ഉപയോഗിക്കുക. അപ്പോൾ വോർ എന്നുള്ളത് വെയർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ പുട്ട് ഓൺ, കാരണം പുട്ട് എന്നുള്ളതിൻ്റെ 3 ഫോമും പുട്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുട്ട് ഓൺ. വാങ്ക പുട്ട് ഓൺ ഹിസ് ക്യാപ്പ് ആൻഡ് റാൻ ഔട്ട്. ഓൺ ദ വേ ഹീ മെറ്റ് എന്നുള്ളത് മീറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുക. കെയിം അക്രോസ്, ഹീ കെയിം അക്രോസ് എ മാൻ അറ്റ് ദ ബുച്ചേഴ്സ് ഷോപ്പ്. വാങ്ക ആസ്ക്ഡ് ഹിം അബൌട്ട് ദ വേ ടു ദ സിറ്റി. ദ മാൻ ഡൗട്ടഡ് വെദർ വാങ്ക വുഡ് സക്സീഡ്. അപ്പോൾ ഇവിടെ മേക്ക് ഇറ്റ്, വുഡിന് ശേഷം V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വുഡ് മേക്ക് ഇറ്റ് ടു റീച്ച് ദ സിറ്റി സിൻസ് സ്നോഫോൾ വാസ് ഹെവി. ദ മാൻ ആസ്ക്ഡ് വാങ്ക ടു പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ എന്നർത്ഥം വരുന്ന വാക്ക് പുട്ട് ഓഫ്, ഹിസ് ജേർണി ഫോർ ദ നെക്സ്റ്റ് ഡേ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. എഡിറ്റ് ചെയ്യാനുള്ള ഒരു പാസേജാണ്. മിസ്റ്റർ തോററ്റ്സ് മെൻ ഹാഡ് ഫിക്സ്. അപ്പോൾ നമുക്കറിയാം ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 ശേഷവും V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫിക്സ് അല്ല, ഫിക്സ്ഡ്, FIXED, V3 ആണ് ഉപയോഗിക്കേണ്ടത്. മിസ്റ്റർ തോററ്റ്സ് മെൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot iron rod to the ground about 30 feet from the area. ഹും എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രോനൗണാണ്. ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പ്രോനൗണായ വെയർ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. About 30 feet from the area where the tiger was supposed to take a walk, they took a thin long wire and fixed one end to the collar made of tiger skin. ഇവിടെ made എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. made എന്നുള്ളത് MADE ആണ് ഉപയോഗിക്കേണ്ടത്. made of tiger skin that the tiger was already wearing. ദി അതർ എൻഡ്. അപ്പോൾ വെയറിങ് എന്നുള്ളതിന് ശേഷം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരണം. അടുത്തത് പുതിയ സെൻറ്റൻസ് ആണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ദി അതർ എൻഡ്, വെയർ അല്ല, അതർ എൻഡ് എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ വാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ദി അതർ എൻഡ് വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദി അയൺ റോഡ്. അപ്പോൾ എ എന്നുള്ളത് ഫിക്സ്ഡ് എന്നാണ്. ബി വെയർ ആണ്. സി MADE മെയ്ഡ് ആണ്. വെയറിങ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്റ്റോപ്പും അതുപോലെ ദ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും വേണം. വെയർ എന്നല്ല വേണ്ടത്, ഈയുടെ ഉത്തരം വാസ് എന്നാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഇതുപോലെ തന്നെ ഫ്രേസൽ വെർബ് ഉപയോഗിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഗെറ്റ് എലോങ്, ഒരാളുടെ കൂടെ പൊരുത്തപ്പെട്ട് പോവുക. പുട്ട് ഓൺ, വസ്ത്രം ധരിക്കുക. വെൻറ്റ് ഓൺ, തുടർന്നു. ഗെറ്റ് എവേ, രക്ഷപ്പെടുക. ടേക്കൺ എ ബാക്ക്, ഷോക്ക്ഡ് ആവുക അല്ലെങ്കിൽ ഞെട്ടിപ്പോവുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പോൾ മാർത്ത റാൻ ടു ഹെർ ക്ലാസ് റൂം ബിക്കോസ് ഷീ വാണ്ടഡ് ടു ഡാഷ് ഹെർ PE യൂണിഫോം. അപ്പോൾ ഇവിടെ എ ഉപയോഗിക്കാൻ പറ്റുന്നത് പുട്ട് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബാണ്. ഓൺ ദ വേ ഷീ വാസ് തിങ്കിങ് ഹൗ ടു ഡാഷ് വിത്ത് കോച്ച് തോംസൺ ഹു വാസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനേറിയൻ. അപ്പോൾ അവിടെ തുടർന്നുകൊണ്ട് പോവുക എന്നുള്ള അർത്ഥത്തിൽ ഗെറ്റ് എലോങ്, ഹൗ ടു ഗെറ്റ് എലോങ് വിത്ത് കോച്ച് തോംസൺ ഹു വാസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനേറിയൻ. വെൻ ഷീ റീച്ച് ദ ക്ലാസ് റൂം ഷീ വാസ് ഡാഷ് ബൈ ദ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ സ്മിത്ത് ആൻഡ് മിസ്റ്റർ ബൂൺ. ഇവിടെ ഷോക്ക്ഡ് എന്നുള്ള അർത്ഥത്തിൽ ടേക്കൺ അബാക്ക്, ഷീ വാസ് ടേക്കൺ അബാക്ക് ബൈ ദ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മിസ്റ്റർ സ്മിത്ത് ആൻഡ് മിസ്റ്റർ ബൂൺ. They dash with their argument for a long time. They went on with their argument for a long time. Martha wished to get away from the place. അപ്പോൾ എ എന്ന് പറയുന്നത് പുട്ട് ഓൺ ആണ്. ബി ഉപയോഗിക്കേണ്ടത് ഗെറ്റ് എലോങ് ആണ്. സി ഉപയോഗിക്കേണ്ടത് ടേക്കൺ അബാക്ക് എന്നാണ്. അതുപോലെ ഡി ഉപയോഗിക്കേണ്ടത് വെൻറ്റ് ഓൺ. അതുപോലെ ഇ ഉപയോഗിക്കേണ്ടത് ഗെറ്റ് അവേ എന്നാണ്.
ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. വാങ്ക വോർ ഹിസ് ഷർട്ട്. അപ്പോൾ നമുക്കറിയാം പുട്ട് ഓൺ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഐ വെന്റ് ടു ദ പ്ലേസ് വെയർ ദ പോസ്റ്റ് ബോക്സ് വാസ് കെപ്റ്റ്. ഹി ഡിസൈഡഡ് എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഹിസ് മൈൻഡ് എന്ന് ഉപയോഗിക്കണം. വൺസ് മൈൻഡ് എന്നുള്ളത് പറയുന്ന വ്യക്തിക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു പോസ്റ്റ് ദ ലെറ്റർ ഹി ഹാഡ് റിട്ടൺ. ഹി വാക്ക്ഡ് ക്വിക്ക്ലി ബിക്കോസ് ഹി വാണ്ടഡ് ടു കം ബാക്ക് ബിഫോർ ഹിസ് മാസ്റ്റർ ആൻഡ് ഫാമിലി ടേൺഡ് അപ്പ്. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഫ്രേസൽ വെർബ്. ഫ്രം ചർച്ച്. ഹി ഹാഡ് ടു ടോളറേറ്റ് എന്നർത്ഥം വരുന്നത് പുട്ട് അപ്പ് വിത്ത് എന്നുള്ള ഫ്രേസൽ വെർബാണ്. ഹി ഹാഡ് ടു ടോളറേറ്റ് ദ കോൾഡ് ഔട്ട്സൈഡ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോൺ ആൻഡ് ഡോക്ടർ. ഇപ്പോൾ ജോൺ ആണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് സാർ, യു ആർ സോ അപ്സെറ്റ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വാട്ട് ഹാപ്പൻ ടു യു, വൈ ആർ യു സോ അപ്സെറ്റ് എന്നുള്ള ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കാം. ഇഫ് യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. ഓഫ് കോഴ്സ് ഡാഷ് ക്വസ്റ്റ്യൻ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് മിസ്റ്റർ ജോൺ പറഞ്ഞിരിക്കുന്ന മറുപടി വി കെയിം ഫ്രം ന്യൂയോർക്ക് എന്നാണ്. അപ്പോൾ ഫ്രം വെയർ ആർ യു കമ്മിങ് ഫ്രം എന്നുള്ള ഒരു WH ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. അടുത്ത ഡോക്ടർ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള മറുപടി പറയുന്നത് നോ സാർ ഇറ്റ് ഈസ് നോട്ട് എ പ്ലഷർ ട്രിപ്പ്. അപ്പോൾ അവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. വാസ് ദാറ്റ് എ പ്ലഷർ ട്രിപ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കവിടെ ചോദിക്കാം. അത് കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഐ തിങ്ക് യു ആർ എ ലോയർ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് വരിക. ഐ തിങ്ക് യു ആർ എ ലോയർ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആർഇൻറ്റ് യു. യെസ് സാർ, ബൈ പ്രൊഫഷൻ ഐ ആം എ സോളിസിറ്റർ ബട്ട് ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു സ്ലംസ് യൂത്ത്. അടുത്തത് ഇഫ് യു ഹെൽപ്പ് ദം ടു ലേൺ എ ജോബ് ഡാഷ്. ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഇഫ് യു ഹെൽപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വിൽ ഷാൾ ക്യാൻ എനി ഓഫ് ദിസ് പ്ലസ് V1 ആണ് വരിക. ഇഫ് യു ഹെൽപ്പ് ദം ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദം. അങ്ങനെ ഒരു വിൽ പ്ലസ് V1 വരുന്ന ഒരു സെൻറ്റൻസ് ആണ് അവിടെ എഴുതേണ്ടത്. വൈ ഡിഡ് യു ഫോളോ മീ ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് സ്റ്റിൽ യു ഡിഡ്ന്റ് റെക്കഗ്നൈസ് മീ. യു ഹാഡ് ബെറ്റർ ഡാഷ്. അപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം. യു ഹാഡ് ബെറ്റർ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. യു ഹാഡ് ബെറ്റർ ടെൽ മീ സംതിങ് അബൌട്ട് യു എന്നുള്ള ഒരു V1 ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്കവിടെ ഉപയോഗിക്കാം. സർ ഐ ആം ജോൺ, യു സേവ് മീ ഫ്രം സൂയിസൈഡൽ അറ്റംപ്റ്റ് 25 years ago. ഓ ഇറ്റ്സ് യു, ഇറ്റ്സ് എ ഗ്രേറ്റ് സർപ്രൈസ്.